പരീക്ഷകൾക്ക് പോകും മുമ്പ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണ്ട, അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട മലയാളത്തിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ വാക്യമേത്? എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്? ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി. തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിക്കാൻ കാരണം. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള വാക്യം? ഏതാണ്? എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. ശരിയാണോ? അല്ല, അത് തെറ്റാണല്ലേ. തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിക്കാൻ കാരണം. തെറ്റല്ലേ? അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. തെറ്റാണല്ലോ. തെറ്റാണ്. അപ്പോൾ ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ. ഉചിതമായ മലയാള പരിഭാഷ ഏതാണ്? ആ പെൺകുട്ടി അമ്മയെപ്പോലെയാണ്. അമ്മ ആ പെൺകുട്ടിയെപ്പോലെയാണ്. ആ പെൺകുട്ടി അവളുടെ അമ്മയെപ്പോലെയാണ്. പെൺകുട്ടി അമ്മയെപ്പോലെയാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. ആ പെൺകുട്ടി അവളുടെ അമ്മയെപ്പോലെയാണ്. ഒറ്റപ്പദം എഴുതുക. പറയാൻ ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? വിവക്ഷിതമാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. കഴുത്ത് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? കഴുത്ത് എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ ബി കന്ദരമാണ്. എന്താണ്? കഴുത്ത് കന്ദരമാണ്. അവിടെ അത് എഴുതുന്ന രീതിയും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക, അതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ നമ്മളെന്താ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്, ഒന്ന് കഴുത്ത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കന്ദരമാണ്. അതുപോലെ പറയാൻ ഉദ്ദേശിച്ചത് അത് ഒറ്റപ്പദമാക്കുമ്പോൾ എങ്ങനെയാണ്? വിവക്ഷിതം. ബാക്കി ക്വസ്റ്റ്യൻസ് എന്താ? നമ്മൾ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ബാക്കി. അടുത്ത ചോദ്യം എന്താണ്? ലോകസ്ഥിതി അറിയാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഏത് ശൈലിയാണ്? ഇതിൽ കിണറ്റിലെ തവള, അതാണ് ലോകസ്ഥിതി അറിയാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി. സ്ത്രീലിംഗം എഴുതുക. നേതാവിൻ്റെ സ്ത്രീലിംഗം എന്താണ്? നേതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം നേത്രിയാണ്. നേതാവ്, നേത്രി. രാജ്യം അധികം എ, ഇത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ്? രാജ്യം അധികം എ ചേർത്തെഴുതുമ്പോൾ രാജ്യത്തെ. ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കി, അപ്പം തന്നെ നമുക്കത് കിട്ടും. രാജ്യം അധികം എ, രാജ്യത്തെ. അതുപോലെ തന്നെ അവൻ എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അവൻ എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ ആ അധികം അൻ, അതാണെന്ത്? അവൻ. ആ അധികം അൻ, അതാണ് അവൻ. വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ മിക്ക ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണല്ലേ. വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഭവതിയാണ് കേട്ടോ. ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഭവതിയാണ്. നമ്മൾ ഭഗവതി എന്നൊന്നും എഴുതരുത്. ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഭവതിയാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം, കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഒന്ന്, ലോകസ്ഥിതി അറിയാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? കിണറ്റിലെ തവള. നമ്മൾ പറയത്തില്ലേ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെയാണെന്നൊക്കെ. അതിനർത്ഥം എന്താ? പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, നമ്മൾ സ്കൂൾ കാലങ്ങളിലൊക്കെ ഒരു കവിത പോലും പഠിച്ചിട്ടുണ്ടാവും. അവിടെ എന്താണ്? ആ കിണറ്റിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് പുറത്തുള്ള ഒന്നും അറിയാത്തത്, ആ ഒരു പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്ന, കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് ലോകസ്ഥിതി അറിയാത്തവൻ എന്നർത്ഥത്തിലാണ്. അതുപോലെ നേതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം എഴുതുമ്പോൾ നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നേത്രിയാണ്. രാജ്യം അധികം എ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ്? രാജ്യത്തെ. രാജ്യം അധികം എ ചേർത്തെഴുതുമ്പോൾ രാജ്യത്തെ. അവൻ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? അവൻ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ ആ അധികം അൻ ആണെന്ത്? അവൻ. അതുപോലെ വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. എന്താണ്? വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം
ഭവതിയാണ്. എന്താണ്? ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഭവതിയാണ്. അടുത്ത ചോദ്യം എന്താണ്? ഖണ്ഡനം എന്നതിൻ്റെ വിപരീതം എന്താണ്? ഖണ്ഡനം എന്നതിൻ്റെ വിപരീതം മണ്ഡനമാണ് കേട്ടോ. ഖണ്ഡനം, മണ്ഡനം. അടിവരയിട്ട പദം ശരിയായി പ്രയോഗിച്ച വാക്യം ഏതാണ്? നോക്കാം. ഇവിടെ അടിവരയിട്ട പദം ശരിയായിട്ട് പ്രയോഗിച്ച വാക്യം ഏതാണ് എന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ അടിവരയിട്ടത് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഹാർദമായി, ഹാർദവമായി, ഹാർദമായി, ഹാർദമായി, ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അടിവരയിട്ട പദം ശരിയായിട്ട് പ്രയോഗിച്ച വാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്. യോഗത്തിനെത്തിയവരെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നാണ്. ഹാർദവമായി എന്നല്ല, ഹാർദമായി സ്വാഗതം ചെയ്തു. ഓപ്ഷൻ എ 2 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹാർദമായി അങ്ങനെ മാത്രമേ നമ്മൾ പറയൂ കേട്ടോ. ചിലരൊക്കെ എന്താണ് യോഗത്തിനെത്തിയ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് തെറ്റിച്ചു പറഞ്ഞ് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. അങ്ങനെയല്ല, ഹാർദമായി സ്വാഗതം ചെയ്തു എന്നാണ് പറയാറ്. അപ്പോൾ യോഗത്തിനെത്തിയവരെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഇവിടെ ഹാർദമായി എന്നതാണ് ശരി. വൃഷ്ടി എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? വൃഷ്ടി എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? വൃഷ്ടി എന്നതിൻ്റെ വിപരീതം സമഷ്ടിയാണ്. വിഷ്ടിയുടെ വിപരീതം എന്താണ്? വിഷ്ടി എന്നതിൻ്റെ വിപരീതം സമഷ്ടിയാണ്. വിഷ്ടി, സമഷ്ടി. ഋഷിയെ സംബന്ധിച്ച് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഋഷിയെ സംബന്ധിച്ച് എന്നർത്ഥം വരുന്ന പദമാണ് ആർഷം. ഋഷിയെ സംബന്ധിച്ച്, അതാണ് ആർഷം. അധര വ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അധര വ്യായാമം. അധര വ്യായാമം എന്ന് പറയുമ്പോൾ വെറുതെയുള്ള സംസാരത്തിനാണ് നമ്മൾ അധര വ്യായാമം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെയുള്ള സംസാരം, അതാണ് അധര വ്യായാമം. ആമയുടെ പര്യായമല്ലാത്ത ശബ്ദം ഏതാണ്? ആമയുടെ പര്യായമല്ലാത്തത് ഏതാണ്? കച്ചപം ആമയാണ്, കമഠം ആമയാണ്, കൂർമ്മം ആമയാണ്. ഇവിടെ ആമയുടെ പര്യായമല്ലാത്തത് വാരണമാണ്. ഓപ്ഷൻ ഡി, വാരണമാണ് ആമയുടെ പര്യായമല്ലാത്തത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം. ഖണ്ഡനം എന്നതിൻ്റെ വിപരീതമായിട്ടുള്ള പദം എന്ന് പറയുന്നത് മണ്ഡനമാണ്. അതുപോലെ ഹാർദമായി, അതാണ് ശരിയായ വാക്ക്. ഹാർദമായി, അത് എഴുതുന്നതും കൂടി ശ്രദ്ധിക്കുക. ഹാർദമായി. ഇനി വൃഷ്ടി എന്നതിൻ്റെ വിപരീതം എന്താണ്? വൃഷ്ടി എന്നതിൻ്റെ വിപരീതം സമഷ്ടിയാണ്. വൃഷ്ടി, സമഷ്ടി. ഋഷിയെ സംബന്ധിച്ച് എന്നർത്ഥം വരുന്ന പദം എന്താണ്? ഋഷിയെ സംബന്ധിച്ച് എന്നർത്ഥം വരുന്നതാണ് ആർഷം. ഋഷിയെ സംബന്ധിച്ച് എന്നർത്ഥം വരുന്നത് എന്താണ്? ആർഷം. അധര വ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വെറുതെയുള്ള സംസാരം, അതാണ് അധര വ്യായാമം. ആമയുടെ പര്യായമല്ലാത്തത് ചോദിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ പരീക്ഷയിലല്ല, അതിനു മുൻപ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആമയുടെ പര്യായം ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. കമഠം, കൂർമ്മം, കച്ചപം, ഇത് 3ഉം ആമയുടെ പര്യായമാണ്. എന്തൊക്കെയാണ്? കമഠം, കൂർമ്മം, കച്ചപം. കൂർമ്മം പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കമഠം, കൂർമ്മം, കച്ചപം. ഇവിടെ വാരണം ആമയുടെ പര്യായപദം അല്ല. അടുത്ത ചോദ്യം എന്താണ്? ആ അധികം അഖം എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് വരുന്നത്? അനഘം, അനഘം. ഓപ്ഷൻ ബി ആണ് ശരി. ആ അധികം അഖം, അതെന്താണ്? അനഘം. പാമ്പ് എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ്? തുരകമാണോ, കരിയാണോ, ഉരകമാണോ, അനിലനാണോ? പാമ്പ് എന്നതിന് ശരിയായിട്ട് ഉപയോഗിക്കുന്ന സമാനമായ പദം ഏതാണ്? ഉരകമാണല്ലേ. പാമ്പ് എന്നതിന് സമാനമായിട്ട് ഈ ഓപ്ഷൻസിൽ നിന്ന് ഉപയോഗിക്കുന്ന പദമാണ് ഉരകം. താഴെ കൊടുത്തവയിൽ ശരിയായി എഴുതിയിരിക്കുന്നത് ഏതാണ്? നമുക്ക് ഈ വാക്കുകളൊന്ന് നോക്കാം. ഇതിൽ ശരിയായിട്ട് എഴുതിയിട്ടുള്ളത് ഏതാണ്? സ്ഫുടം എന്നതാണ് ഇവിടെ ശരിയായിട്ട് എഴുതിയിട്ടുള്ളത്. പടലപ്പിണക്കം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പടലപ്പിണക്കം എന്താണ്? ചെറിയ പ്രശ്നം, ഒരിടത്ത് മാത്രമുള്ള പ്രശ്നം, കൂട്ടത്തോടെയുള്ള പിശക്,
താൽക്കാലികമായ പ്രശ്നം. ഇതിൽ പടലപ്പിണക്കം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കൂട്ടത്തോടെയുള്ള പിശക് എന്നതാണ് പടലപ്പിണക്കം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് പടലപ്പിണക്കം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കൂട്ടത്തോടെയുള്ള പിശക് എന്നാണ്. എപ്പോഴും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്ത പദം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. എപ്പോഴും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്ത പദമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ചഞ്ചലം എന്ന പദം എപ്പോഴും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സന്തതം, അനവരതം, സദാ ഇതൊക്കെ എന്താണ്? എപ്പോഴും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. സന്തതം, അനവരതം, സദാ തുടങ്ങിയ പദങ്ങൾ എന്താണ്? എപ്പോഴും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ചഞ്ചലം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എപ്പോഴും എന്നല്ല. അതുകൊണ്ട് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായി ഘടകപദമാക്കാവുന്നത് ഏതാണ്? ഈ ഓപ്ഷൻസിൽ വ്യത്യസ്തമായിട്ട് ഘടകപദമാക്കാവുന്നത് ഏതാണെന്നാണ്. ചന്ദ്രമുഖി, ധീരപുരുഷൻ ഇതിലെന്താണ് വ്യത്യസ്തമായി ഘടകപദമാക്കാവുന്നത്? ബാക്കി ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ധീരപുരുഷനാണ് എന്ത് വ്യത്യസ്തമായ ഘടകപദങ്ങളാക്കാവുന്നത് ധീരപുരുഷനാണ്. ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത് ഒന്ന്, പാമ്പ് എന്നതിന് സമാനമായിട്ട് അർത്ഥം വരുന്നത് ഉരകമാണ്. ആ അധികം അഘം ആണ് അനഘം. പടലപ്പിണക്കം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടത്തോടെയുള്ള പിശക് എന്നാണ്. അതുപോലെ എപ്പോഴും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദങ്ങളാണ് സന്തതം, അനവരതം, സദാ. ചഞ്ചലം എന്താണ്? എപ്പോഴും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തൊരു പദമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഒരുവൾ, തിരുവുള്ളം, എത്രയുണ്ട്, പാടിപ്പോയി. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് പാടിപ്പോയി എന്ന പദമാണ് കൂട്ടത്തിൽ പെടാത്തത്. എന്താണ്? ഒരുവൾ, തിരുവുള്ളം, എത്രയുണ്ട്, പാടിപ്പോയി. അനുലോമം എന്നതിൻ്റെ വിപരീതം എന്താണ്? അനുലോമം എന്നതിൻ്റെ വിപരീതമാണ് പ്രതിലോമം. അനുലോമം എന്നതിൻ്റെ വിപരീതം എന്താണ്? പ്രതിലോമമാണ്. അനുലോമത്തിൻ്റെ വിപരീതമാണ് പ്രതിലോമം. ലക്ഷ്യം പിഴയ്ക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പഴഞ്ചൊല്ലേതാണ്? നോക്കാം ഓപ്ഷൻസ്. അരിയെത്ര പയറഞ്ഞാഴി, ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക, പണമില്ലാത്തവൻ പിണം. ഇതിൽ ലക്ഷ്യം പിഴയ്ക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പഴഞ്ചൊല്ലേതാണ്? ലക്ഷ്യം പിഴയ്ക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പഴഞ്ചൊല്ലാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പറയുക, അല്ലേ? ലക്ഷ്യം പിഴയ്ക്കുക എന്ന അർത്ഥമാണ് എന്തിന്? ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഇവിടെ ധീരർ എന്ന് പറയുന്ന വാക്കാണ്. വേടന്മാർ, വേലക്കാരികൾ, പശുക്കൾ ഇതൊന്നും അലിംഗ ബഹുവചനമല്ല. ധീരർ എന്നത് എന്താണ്? അത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. പിടിയാന എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? പിടിയാന എന്ന അർത്ഥം വരുന്ന പദമാണ് കരുണി. കരുണി എന്നാൽ പിടിയാന എന്നാണ് അർത്ഥം. ഖഡ്കം എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ്? ഖഡ്കം. ഖഡ്കം എന്താണ്? ഖഡ്കം എന്ന് പറഞ്ഞാൽ വാളാണ് ഖഡ്കം. പക്ഷി എന്ന പദത്തിൻ്റെ സമാന പദമായിട്ട് വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷിയുടെ സമാന പദമല്ലാത്തത് ഏതാണ്? ജഗുഡമാണ്, അല്ലേ? അപ്പം പതംഗം, വാജി, നീഡജം ഇതൊക്കെ എന്താണ്? പക്ഷി എന്നതിന് സമാനമാണ്. നീഡജം, പതംഗം, വാജി. ജഗുഡം എന്താണ്? പക്ഷി എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ജഗുഡം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ ജഗുഡം എന്ന വാക്കിന് പല സ്ഥലത്ത് സന്ദർഭം അനുസരിച്ച് അർത്ഥങ്ങൾ മാറുന്നുണ്ട്. ചിലടത്ത് നായ എന്നുള്ളതിന് എന്താണ്? ജഗുഡം എന്ന് പറയാറുണ്ട്. അതുപോലെ കത്തിരിച്ചെടിയുടെ പൂവിന് ജഗുഡം എന്ന് പറയാറുണ്ട്. അതുപോലെ എന്താണ്? മലയപർവ്വതം എന്നതിന് എന്താണ്? ജഗുഡം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് സന്ദർഭം അനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. ഇവിടെ പതംഗം, വാജി, നീഡജം ഇതെന്താണ്? ഇതെല്ലാം പക്ഷിയുടെ സമാന പദമാണ്. പക്ഷി എന്ന അർത്ഥത്തിൽ വരാത്തതാണ് ജഗുഡം. ഈജിയൻ തൊഴുത്ത് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഈജിയൻ തൊഴുത്ത് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അഴിമതിയുടെ ആധിക്യം എന്നാണ്. ഈജിയൻ തൊഴുത്ത് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അഴിമതിയുടെ ആധിക്യം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഏതാണ് തെറ്റായിട്ട് എഴുതിയിട്ടുള്ളത്? ഇവിടെ ആതിഥേയൻ എന്ന വാക്ക് എന്താണ്? തെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഏത് വാക്കാണ്? ആതിഥേയൻ എന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ട് എങ്ങനെയാണ് ആതിഥേയൻ എഴുതുന്നത്? നമുക്കൊന്ന് നോക്കാം ശരിയായിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ആതിഥേയൻ എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ എഴുതുകയാണ്. ആതിഥേയൻ എന്നെഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഈ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ആതിഥേയൻ എന്ന് ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആതിഥേയൻ എന്നത് ശരിയായിട്ട് എഴുതുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഇതിൽ ഓപ്ഷൻ ഡിയിൽ എഴുതിയിട്ടുള്ള ആതിഥേയൻ എന്ന വാക്കാണ് തെറ്റിച്ചെഴുതിയിട്ടുള്ളത്.